എന്താ ആന്റണി? ഹോട്ടലിലേക്ക് എല്ലാം പറഞ്ഞു. ഓ അളിയാ, ഞാനൊന്ന് ഹോട്ടലിലോട്ട് പോയിട്ട് വരാം. തമ്പുരാട്ടിക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണും. രാത്രി ഞാൻ ചിലപ്പോഴേ വരുള്ളൂ. ഡിന്നർ അവരുടെ കൂടെ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ അവിടെ കിടന്നുറങ്ങിയെന്ന് വരും. പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ, ഓക്കെ? എന്നെ ആരെങ്കിലും അന്വേഷിച്ചാൽ ഞാൻ ഹോട്ടൽ റോയൽ ടവറിൽ കാണുമെന്ന് പറയണ്ട. അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയാലോ. ഓക്കെ, ബൈ ബൈ, സീ യു. ഇതിന് മുഴുവൻ ഉത്തരം പറയണം. എന്താ പ്രശ്നം? എന്റെ കണ്ണുകൊട്ടാണോ? കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? താനാ ഇതിനെ ഇവിടെ കൊണ്ടുവിട്ടത്. തമ്പുരാട്ടി ഞാൻ നിൽക്കല്ലേ, അങ്ങോട്ട് ചോദിക്കും. എന്താ ഉണ്ടായത്? റൂം തരാന്ന് പറഞ്ഞ എന്നെ ഇവിടെ പിടിച്ചിരുത്തിട്ട് റൂം തരുന്നില്ല. റൂം ഇല്ലെങ്കിൽ റൂമില്ലെന്ന് പറയണം. വെറുതെ ആളെ പിടിച്ചെടുത്ത് മെനക്കെടുത്തത്. നിങ്ങളല്ലേ എന്നോട് റൂം കൊടുക്കാന്ന് പറഞ്ഞത്? പക്ഷേ ഇത് അഗതി വന്നൊരു സത്രമൊന്നുമല്ല. കാശില്ലാതെ റൂം കൊടുക്കും. കാശില്ലെന്ന് ആര് പറഞ്ഞു? അവരോട് ചോദിക്കും. കാശില്ലെന്ന് പറഞ്ഞോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. കഷ്ടമുണ്ട്. നിങ്ങൾ ഒരു ഉരുണ്ട് കളിക്കരുത്. എനിക്കറിയാം അവരെങ്ങനെ പറയില്ലെന്ന്. താൻ അവർ പറഞ്ഞു കൂടി ചോദിക്കണം. എന്താ പറഞ്ഞേ? അങ്കമാലിയിലത്തെ പ്രധാനമന്ത്രി എന്റെ അമ്മാനാണ്, അങ്ങനോട് പറഞ്ഞ കാശ് അയച്ചു തരുമെന്ന് പറഞ്ഞു. അമ്മാവനെ വിളിച്ചു പറഞ്ഞ കാശ് അയച്ചു തരുന്ന അവര് പറഞ്ഞില്ലേ? നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്ത് അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞ്? പ്രധാനമന്ത്രി. അപ്പൊ ഈ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന്? അപ്പൊ അവൻ എന്നെ എടീന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തി. എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു, പൊട്ടിച്ചു. പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. എന്നിട്ട് ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെയാണ് ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആസ്പത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. വട്ടാണല്ലേ? എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? നാരായണക്കുട്ടി, ഞാൻ എന്ത് ചെയ്യണം? തന്നെ എനിക്ക് കുറച്ചു നാളായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാനിതൊരു പോലീസിനെ വിളിച്ചില്ല. ഒരു 500 രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. കാശ് കിട്ടിയ കേസിൽ അത് നോക്കാം. കൈ കാശ് വല്ല ഇരിപ്പുണ്ടാ? എന്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവനും നിനക്ക് തന്നില്ലേ? എട്ടനുണ്ട്, അവനോട് റൂം തരാൻ പറ. നാരായണൻകുട്ടി, ഇവർക്ക് മുഴുത്ത വട്ട. കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നതിന് വിളിച്ചിറക്കോട്ട് പോടോ. നാരായണൻകുട്ടി, താൻ വിളിച്ചോട്ട് പോകുന്നുണ്ടോ? ഞാൻ പോലീസിനെ വിളിക്കണോ? പോലീസിനെ വിളിക്കണ്ട. അഞ്ഞൂറ് ഉലുവയും കൊണ്ട് ഊട്ടി തണ്ടാൻ ഇറങ്ങിയിരിക്കുന്നു ശവം. എന്റെ അമ്മോ, വരവും പോക്കും ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചേതോ കൊമ്പത്തെ ആയിരിക്കുന്നു. തൃപ്പൂണിത്തറ കോവിലത്തെ തമ്പുരാട്ടി, 3-4 കാറ്, ബംഗ്ലാവ്, അവിടെ അമ്മൂമ്മയുടെ ഹോട്ടല്. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങോട്ട് പുലിവാല പിടിച്ചിട്ടില്ല. ഞാനല്ല ഇതൊന്നും പറഞ്ഞു. അയ്യോ അല്ലേ, ഈ പാവത്തിനൊരു തെറ്റ് പറ്റിയതാണേ. അതെങ്ങനാ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കോട്ടും സൂട്ടും തൊപ്പിയും കൊടയും വടിയായിട്ട് ഒരു എച്ചി വന്ന് ഇറങ്ങുന്ന കാണുന്നത്. തത്തമ്മയുടെ ഞാൻ പല രീതിയിലുള്ള ഭ്രാന്തി ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല സ്റ്റൈല ഭ്രാന്തി. അമ്പിളി അമ്മാവനെ പിടിച്ചു തരാം. എന്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു തരൂ. കാശുണ്ടെങ്കിൽ അതിൽ നിന്നൊരു തൊഴിയും കൂടെ വെച്ചു തന്നെ. എനിക്ക് വിശക്കുന്നു. വിശക്കുന്നെങ്കിൽ മുകളിലോട്ട് നോക്കി കുറെ വായി വലിച്ചു കയറ്റി ചവച്ചിറക്കി തിന്നോ. ഇത്രയും രൂപ ഒരുമിച്ച് തന്നപ്പോ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് കെട്ടുകെട്ടായിട്ട് ഇരിക്കുന്നുണ്ടെന്ന്. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. വല്ല അമ്മിക്കല്ലോ ആട്ടുകല്ലോ വല്ലോ ആണോ? പണയം വെക്കാൻ വല്ലതുണ്ടോ? രാവിലെ ഒരു കോവറ് കഴുതിയാ കണി കണ്ടത്. ഇപ്പൊ അതിന്റെ ഗതിയെ എനിക്ക് ഇനി ഇത് കൊണ്ടുനടക്കാൻ വയ്യ. എന്തോന്നിത്? ആക്രി കച്ചവടം ഉണ്ടായിരുന്ന എന്റെ വെള്ളാരം കല്ലും പെട്ടി എല്ലായിട്ടും നാശാക്കി. ഈ കല്ലും മണ്ണും ചോക്കാൻ വേറെ ആളെ നോക്കണം. എന്റെ കയ്യിലിരുന്ന കാശെല്ലാം തട്ടിപ്പറിച്ച് എന്റെ പെട്ടി തറയിലിട്ട് പൊട്ടിച്ച് എന്നെ ചീത്ത പറയുന്നു. എന്റെ കാശ് ഇപ്പൊ തിരിച്ചതാ, ഞാൻ പോയിക്കോളാം. വേണ്ട വേണ്ട, പോകണ്ട പോകണ്ട പോകണ്ട. മക്കളെ കരയണ്ട. ചേട്ടൻ എല്ലാം വാരിയിട്ട് ഇപ്പൊ തരാം, എല്ലാം വാരിയിട്ട് തരാം. കരയണ്ട കേട്ടാ. അയ്യോ, ഇതേതോ കൂടിയ ഇനമാണ്. ദേഹോദ്രവം തുടങ്ങി. ഞാൻ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു.
ഇതാണോ നീ പറഞ്ഞ കക്ഷി? ഹലോ മാഡം, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. എന്റെ മേത് തുടരുത് കൊരങ്ങൻ. എന്തോന്നടേ ഇത്? ഇതിന് വട്ടുണ്ടോ? പിന്നെ നീ തമ്പുരാട്ടിയും തൃപ്പൂണിത്തുറ എന്നൊക്കെ പറഞ്ഞതോ? നീ വാ. ഞാൻ പറഞ്ഞ സത്യമാണ്. അവക്ക് ഭ്രാന്താണ്. എന്റെ ദൈവമേ, ചങ്ങലക്കിട്ടിരിക്കുന്ന എവിടുന്നോ പൊട്ടിച്ചോണ്ട് വന്നതാ. നീ എനിക്കൊരു 500 രൂപ എന്ന് സഹായിച്ചാല് ഞാൻ ഈ ശല്യത്തിന് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോളാം. നിനക്കിത് വേണം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? സിംഗപ്പൂര് പോയിട്ട് നീ എനിക്ക് മണി ഓർഡർ അയച്ചു തരാമെന്നല്ലേ? അങ്ങനെ അയച്ചു തരുമ്പോ ഒരു 500 രൂപ കുറച്ച് നീ എനിക്ക് അയച്ചാ മതി. അല്ലാണ്ട് കണ്ട പ്രാന്തി പെണ്ണിന് കൊടുക്കാൻ 10 പൈസ തരില്ല. നീ കൂടെ എന്നെ കൈവിടരുത്. എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? ബെസ്റ്റ് രാജയോഗം കൊണ്ട് അനുഭവിച്ചോ? എന്താ പിന്നെ ഒരു കാര്യം ചെയ്യ്. ഇന്ന് രാത്രി നീ ഇവിടെ ഇവിടെ കിടത്ത്. എന്നിട്ട് വേണം വല്ല വെട്ടുകത്തിയും കോടാലിയും എടുത്ത് അവളെ എന്റെ വടലിക്ക് വെട്ടാൻ. നിന്നെ കൂടെ താമസിപ്പിച്ചേ ഞാനൊരു വഴിയിലായി. ഇനി ഈ വയ്യാവേലും കൂടെ ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറ. കൊണ്ട് കളയാനത് പൂച്ച പറ്റിയല്ലോടാ. നീ എന്ത് പറഞ്ഞാലും ശരി, ഇന്ന് രാത്രി ഇവിടെ ഇവിടെ താമസിപ്പിച്ചേ പറ്റൂ. നാളെ രാവിലെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ശരി, സൂക്ഷിക്കണേ. ശരി, അകന്നു നിന്നാ മതി. എനിക്ക് വിശക്കുന്നു. മക്കൾ ഇവിടെ ഞാൻ പോയിട്ട് അപ്പവും മുട്ടയും വാങ്ങിച്ചോണ്ട് വരാം. വേഗം മേടിച്ചോണ്ട് കൊടറേ, ഇല്ല നിന്റെ പ്രാവിനെയൊക്കെ അവള് വിഴുങ്ങും. 2 ഐസ്ക്രീം. 2 മതിയോ? ഈ തണുപ്പത്ത് തിന്നാൻ നല്ല രസമായിരിക്കും. വേറെ എന്ത് കിട്ടും? വേറെ ആന മുട്ട പുഴുങ്ങിയത് കിട്ടും. വേണോ? അയ്യേ വേണ്ട. പിന്നെ 2 പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്കിവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. പല്ലുവലി കണ്ട് ഗുളിയും കൂടെ മേടിച്ചോ. കൊരങ്ങല്ലോ അവൻ ലോ ലവൻ. വലിയ കയറി വന്നു. പോ. നമ്മൾ എവിടേക്കാ പോണത്? നമ്മളെ നരകം കണ്ടിട്ടുണ്ടോ? നരകം ഞാൻ കേട്ടിട്ടുണ്ട്. ആളുകളൊക്കെ എണ്ണയിലിട്ട് വറുത്ത് ഐസ് വെള്ളത്തിലിട്ട് കുളിപ്പിച്ചെടുക്കുന്ന സ്ഥലല്ലേ? അയ്യോ, എനിക്കവിടെ പോണ്ട. പിന്നെ നമ്മൾ എവിടേക്കാ പോവാ? നമുക്ക് സ്വർഗത്തിലേക്ക് പോവാം. അവിടെ ഭയങ്കര രസാണെന്നാ പറയുന്നത്. ദേവന്മാരും ദേവതകളും. നല്ല ശീലായിരിക്കില്ലേ? എവിടെ പോയി? ഹായ്. നല്ല രസല്ലേ സ്ഥലത്തിങ്ങനെ? എനിക്ക് വലിയ രസമൊന്നും തോന്നിയില്ല. സർക്കസിലായിരുന്ന മുമ്പ്. അയ്യേ, എന്ത് ചേരാത്തത്? നല്ല സ്റ്റാമിന ഉണ്ടല്ലോ. എത്ര നാളായി തുടങ്ങിയിട്ട്? എന്ത് ഈ ഊര് ചുറ്റല്? നാട്ടില് ചോദിക്കാനും പറയാനൊന്നും ആളില്ലേ? ഇനി നമ്മൾ എങ്ങോട്ടാ പോവാ? ഇനി നമ്മള് ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ടുപോവാ.
അമ്മോ, ഇവിടെ അമ്പലമൊന്നുമില്ലല്ലോ തൊഴാൻ. ആ അതാണ് അമ്പലമില്ല. അമ്പലത്തിലെ ദൈവങ്ങളെ ആർക്ക് വേണം? അവരൊക്കെ പോറ്റിവാറുടെ സ്വന്തക്കാരല്ലേ. കാശ് കൂടുതൽ കൊടുക്കുന്നവന്മാർക്ക് വേണ്ടി അവന്മാര് താറും പാച്ചിന്ന് ദൈവത്തെ പുകഴ്ത്തും. കുറെ പുകഴ്ത്തുമ്പോ അവരങ്ങ് പൊങ്ങിപ്പോവും. ദൈവങ്ങളല്ലേ. അനുഗ്രഹം മുഴുവൻ ഇവന്മാർക്ക് കൊടുക്കും. ഇവന്മാരത് ചില്ലറ ചില്ലറയായിട്ട് കൂപ്പൺ അടിച്ച് ബ്ലാക്കി വിൽക്കും. ഇവിടെ അങ്ങനത്തെ ഇടനില തട്ടിപ്പുകാരൊന്നുമില്ല. നേരിട്ട് കാര്യം പറയാ, അനുഗ്രഹം വായിക്കും. കൂപ്പണുമില്ല, കാണിക്കയില്ല. മക്കള് വാ, കാണിച്ചു തരാം. നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം. എന്തോന്നാ പ്രാർത്ഥിക്കാൻ പോകുന്നത്? എന്റെ അമ്മോ എന്നെ അങ്ങ് എടുത്തോണേന്ന്, എനിക്കിനി വയ്യേന്ന്. അപ്പൊ അല്ല അട. രണ്ടിനൊന്ന് തീരുമാനിക്കാനാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അവസാനത്തെ ശരണം ദൈവം മാത്രമേ ഉള്ളൂ. എങ്ങനെയാ പ്രാർത്ഥിക്കുന്നോ? ഇത് അങ്ങോട്ട് നോക്കി കണ്ണടച്ച് നിൽക്കണം. 15 മിനിറ്റ് കണ്ണ് തുറക്കാൻ പാടില്ല. 15 മിനിറ്റ് കഴിയുമ്പോ ഇനി തുറന്നൊരു ശബ്ദം കേൾക്കും. അപ്പൊ കണ്ണു തുറക്കണം. അപ്പൊ ആകാശത്ത് ഒരു ജ്യോതി ഇങ്ങനെ പൊങ്ങി വരും. എനിക്കറിയാം ജ്യോതിയെ, സ്കൂളിൽ എന്റെ കൂടെ പഠിച്ചതാ. അത് സ്കൂളിൽ പഠിച്ച ജ്യോതി. ഇത് ആകാശത്ത് പൊങ്ങി വരുന്ന ജ്യോതി. ഈ ശബരിമലയിൽ മകരജ്യോതി എന്നൊക്കെ കേട്ടിട്ടില്ലേ? തീ തീ തീ. അത് ജ്യോതി വന്നിട്ട് ആ ജ്യോതിയോട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അപ്പൊ നടക്കും. ഇപ്പൊ ഈ കുന്നു മുഴുവൻ പൂക്കളാകട്ടെ എന്ന് പറഞ്ഞാൽ പൂക്കളാകും. ഓറഞ്ച് ആകട്ടെ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ആകും. ഐസ്ക്രീം ആകട്ടെ എന്ന് പറഞ്ഞാൽ ആകും. ചോക്ലേറ്റ് ഐസ്ക്രീം ആകും. പക്ഷെ പ്രാർത്ഥിക്കുന്നത് വൃത്തിയായിട്ട് പ്രാർത്ഥിക്കണം. ഇത് അങ്ങോട്ട് നോക്കിയിരിക്കണം. കണ്ണെടുക്കരുത്. ജ്യോതിയെ കാണുമ്പോ പേടിക്കാതെ ആവശ്യമുള്ള കാര്യം പറയണം. കാശിന്റെ കാര്യം പറയുമ്പോ എന്റെ കൂടെ ചേർത്ത് പറയണം. കണ ഗുണാന്ന് പറയരുത്. മനസ്സിലായോ? അങ്ങോട്ട് നോക്കിക്ക്. ആ കോടയും വടിയൊക്കെ എടുത്ത് മാറ്റേ. കണ്ണടച്ചോ? തുറക്കരുത്, ഒളിഞ്ഞു നോക്കരുത്. പ്രാർത്ഥിച്ചോ. ഇപ്പൊ വരും ജ്യോതി, ഇപ്പൊ വരും. കണ്ണു തുറക്കല്ലേ. ജ്യോതി വേഗം വരണേ, വേഗം വരണം.